ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, 25 നോമ്പിൻ്റെ എൽദോ നോമ്പിൻ്റെ 7ാമത്തെ ദിവസത്തേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 അധ്യായം അതിൻ്റെ 20ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: നിന്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു എന്ന്. വീണ്ടും അതിൻ്റെ 19ാമത്തെ വാക്യം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുക: നിന്റെ കൽപ്പന എനിക്ക് മറച്ചു വെക്കരുതേ എന്ന്. സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, നിന്റെ വിധിക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്തയാണ്, നിത്യമായും അവിടുത്തെ കൽപ്പന കൊണ്ട് എൻ്റെ മനസ്സ് നിറയുവാൻ വാഞ്ചിക്കുന്നു എന്ന ഒരു അനുഭവം, ഒരു കൊതി. ദൈവത്തിൻ്റെ കൽപ്പന കേൾക്കുവാൻ, ദൈവത്തിൻ്റെ ആജ്ഞ കേൾക്കുവാനുള്ള ഒരു വലിയ കൊതി നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണമെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ട കന്യകമറിയാമൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ ലോകത്തിൻ്റെ രക്ഷകനായ ക്രിസ്തു ജനിച്ചതുപോലെ നമ്മുടെയൊക്കെ ഉള്ളിൽ ക്രിസ്തു ജനിക്കുവാൻ ഇടയാകുന്നതും ഈ നിത്യവചനത്തിന് വേണ്ടിയുള്ള വലിയ വാഞ്ച നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോഴാണ് അത് നിവൃത്തിയാകുന്നത്. അത് കേൾക്കാൻ ആഗ്രഹിച്ച് കന്യകമറിയാം കേട്ടപ്പോൾ അത് ഉള്ളിൽ ഏറ്റെടുക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്രകാരം നാം കേൾക്കാൻ ശ്രമിക്കുമ്പോഴാണ്, കേൾക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ്, അതിനുവേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നത്, അത് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വസിക്കുന്നത്. അങ്ങനെ വസിച്ചാൽ പ്രിയമുള്ളവരെ, 119 സങ്കീർത്തനം അതിൻ്റെ 6ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്: നിന്റെ സകല കൽപ്പനകളും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന്. അത് ഞാൻ കേൾക്കുക മാത്രമല്ല, ഞാൻ അതനുസരിക്കുമ്പോൾ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ഇടയാകില്ല എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സങ്കീർത്തകനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുക. നമ്മുടെ പിതാക്കന്മാരുടെ എല്ലാം ജീവിതമെടുത്ത് പഠിക്കുമ്പോൾ, വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാരെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്, ആരെല്ലാം അവൻ്റെ കൽപ്പനയ്ക്ക് വേണ്ടി കാത്തിരുന്നുവോ, ആരെല്ലാം അവൻ്റെ ആജ്ഞ അനുസരിച്ചുവോ, അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, ഒരിടത്തും ലജ്ജിക്കുവാൻ ഇടവരാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം അവരെ സംരക്ഷിച്ചിട്ടുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. കന്യകമറിയാമിൻ്റെ ജീവിതം തന്നെ നാം എടുത്ത് പഠിക്കുമ്പോൾ, ആ കൽപ്പന പൂർണ്ണമായും ഏറ്റെടുത്ത് കഴിയുമ്പോൾ, കുഞ്ഞിനെ നശിപ്പിച്ചു കളയണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് ലോകത്തിൻ്റെ രക്ഷകനെ നൽകാനാണ്, ആ ലോകത്തിനെ രക്ഷിക്കുവാനാണ് എന്ന ബോധ്യമുണ്ട്. എന്നാൽ ഈജിപ്തിലേക്ക് ഓടിപ്പോകുവാനുള്ള ഒരു ദൈവിക ദർശനമുണ്ടാകും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അരുളപ്പാട് നാം കേൾക്കാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ഇടയാകാതെ വണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സംരക്ഷിച്ച് വഴി നടത്തുന്ന ഒരു അനുഭവം ജീവിതത്തിലുണ്ടാകും. ശദ്രക്, മേശക്, അബേദ്നെഗോവും ഒരിക്കലും ലജ്ജിക്കുവാൻ ഇടയായില്ല. കാരണം ദൈവത്തെ കേട്ടു എന്നതാണ്, ദൈവത്തെ അനുസരിച്ചു എന്നതാണ്, അത് ഹൃദയത്തിൽ ഏറ്റെടുത്തു എന്നതാണ്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കേൾക്കുവാൻ പ്രഭാതത്തിൽ തയ്യാറാകുമ്പോൾ ഒരിക്കലും ലജ്ജിച്ചു പോകാനിടയാകാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ സംരക്ഷിച്ച് വഴി നടത്തുന്ന ഒരു അനുഭവം ഉണ്ടാകും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ മാനസികമായി ഏതെങ്കിലും തലത്തിൽ വേദന അനുഭവിക്കുന്നവരാകുന്നു എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കണം, ദൈവത്തിൻ്റെ ആജ്ഞ കേൾക്കാൻ തയ്യാറാകണം, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തയ്യാറാകണം. നിങ്ങൾ അനുഭവിക്കുന്ന വേദനയുടെ നടുവിൽ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്, ദൈവം നിങ്ങളോട് സംസാരിക്കുകയും ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും ലജ്ജിക്കുവാനിടയാകാതെ വണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിയോടെ നടത്തുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ ഇടയാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നിങ്ങൾ വിളിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കാൻ ഇടയാകണം. അതിന് നിങ്ങൾ കടന്നു വരുവിൻ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിക്കുന്നു. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നോമ്പിൻ്റെ നടുവിലൂടെ നാം നടന്നു നീങ്ങുകയാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. മുട്ടുമടക്കി, ദൈവമേ, നിന്റെ ആജ്ഞ കേൾക്കാൻ എന്നെ സഹായിക്കണമേ, നിന്റെ ശബ്ദം കേൾക്കാൻ എന്നെ സഹായിക്കണമേ, എൻ്റെ കാത് അതിനു വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു, എന്നോട് സംസാരിക്കണമേ എന്ന് നമുക്ക് പറയാം.
ദൈവത്തിൻ്റെ വചനമെടുത്ത് ആ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗത്തിലെ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട്, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. നീ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. നിന്റെ വിധികൾക്കാൾ നിത്യ വാഞ്ച കൊണ്ട് എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ കൊതിക്കുന്നു. നിന്റെ കൽപ്പനകൾ ഞാൻ സൂക്ഷിക്കുമ്പോൾ ഒരിക്കലും ലജ്ജിക്കുവാൻ ഇടവരികയില്ല എന്ന് കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ലജ്ജിച്ചു പോകാതെ വണ്ണം നിന്റെ കരുണയിൽ പൊതിഞ്ഞ് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് നടത്തണം. ഞങ്ങളുടെ പിതാക്കന്മാരെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെയും അനുഗ്രഹിച്ച് നടത്തണം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.